മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബൂ സുഫിയാന്റെ മകളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നീപദം അലങ്കരിച്ച മഹദിയാണ്. ആദ്യകാലത്ത് തന്നെ മുസ്ലിമായവരിൽപ്പെട്ട മഹദിയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഹബിഷയിലേക്ക് ഹിജറ പോയിരുന്നു. ഭർത്താവ് ഉബൈദുല്ലാഹിബ്നു ജഹ്ഷ് എന്നവരായിരുന്നു. അങ്ങനെ ഹബിഷയിലേക്ക് ഹിജറ പോവുകയും അവിടെ ഹബീബ എന്ന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. എന്നിട്ട് ഭർത്താവ് ദീൻ ഉപേക്ഷിച്ച് നസാറ മതത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ അദ്ദേഹം മദ്യപാനിയായി മാറി. അത് നിരന്തരം തുടർന്നു. അമിതമായ മദ്യപാനം മൂലം അദ്ദേഹം മരണപ്പെട്ടു. ഇസ്ലാമിലായിട്ടല്ല അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഹബശയിലായിരുന്നു. മക്കയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം മക്കയിൽ വാപ്പയാകുന്ന അബൂ സുഫിയാൻ എന്നവർ പ്രതിപക്ഷത്താണുള്ളത്. മഹദി മക്കയിലേക്ക് ചെന്നാൽ അവിടെ വെച്ച് പിതാവ് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് മക്കയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരമറിഞ്ഞു ഭർത്താവിൻ്റെ മതം മാറ്റം. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മദ്യപാനം മൂലമുള്ള മരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. വിവാഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെയാണ് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യാപദത്തിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാം വന്നതിൻ്റെ ആദ്യകാലത്ത് തന്നെ അതിൽ മെമ്പറായതിനാൽ ഒരുപാട് ത്യാഗങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക്. വിശുദ്ധ ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശ വഴിയോടുള്ള പ്രതിപത്തി കൊണ്ട് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പീഡനങ്ങളും വേദനകളുമെല്ലാം ഏറ്റുവാങ്ങി. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യാപദം നൽകി സന്തോഷിപ്പിക്കുകയാണ്. നാം മുമ്പ് പറഞ്ഞതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പ്രബോധന ദൗത്യത്താൽ ത്യാഗപൂർണമാണെങ്കിലും മൂല്യങ്ങളും മഹാത്മ്യങ്ങളും നിറഞ്ഞ തിരുനബി ജീവിതം ഭാര്യമാർക്ക് വളരെ സന്തുഷ്ടമായിരുന്നു.